Hello, good morning. Moving to the discussion on hierarchy, otherwise known as scalar process, which is among the first principle of organization. So, before going to the discussion on organization, we are trying to remember what organization is and what are the principles of organization. And hierarchy is one among the first principle of organization. So, we already studied about organization and the principles of organization in last class. ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് ഹൈറാർക്കി എന്താണ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ഒരു സാധനം. ഹൈറാർക്കി എന്താണെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ബ്രിങ്ങിങ് ടുഗദർ ഓഫ് ഇൻ്റർഡിപെൻഡൻറ്റ് പാർട്സ് ടു ഫോം എ യൂണിഫൈഡ് ഹോൾ ത്രൂ ദ അതോറിറ്റി കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ മേ ബി എക്സസൈസ് ടു അച്ചീവ് എ ഗിവൻ പർപ്പസ്. എന്താണോ ഒരു ഡിഫൈൻഡ് പർപ്പസിന് വേണ്ടിയിട്ട്, ഒരു ഡിഫൈൻഡ് ഗോളിന് വേണ്ടിയിട്ട് ഇൻ്റർഡിപെൻഡൻറ്റ് പാർട്സിനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരുന്ന ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരുന്ന ആ യൂണിഫൈഡ് ഹോളിനെയാണ് വി കാൾ ഇറ്റ് ആസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് അതോറിറ്റി, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ആക്ടിവിറ്റികളെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പ്രോസസ്സിനെ വി കാൾ ഇറ്റ് ആസ് ഓർഗനൈസേഷൻ. അപ്പം ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്താണ് ഓർഗനൈസേഷൻ എന്നുള്ളത്. യു മേ നെയിം ദ ഓർഗനൈസേഷൻ ആസ് എ മേ ബി എ ഡിപ്പാർട്ട്മെൻറ്റ്, അതിനെ ഹെൽത്ത് എന്നോ എഡ്യൂക്കേഷനോ ഫിനാൻസ് എന്നോ ഹോം എന്നോ റെയിൽവേ എന്നോ ഒക്കെ ഏതെങ്കിലും പേരിൽ നിങ്ങൾക്ക് ഓർഗനൈസേഷനെ പേരിട്ട് വിളിക്കാം. എന്നിട്ട് നിങ്ങൾ അതിനൊന്നുകൂടെ മനസ്സിൽ കണ്ടാൽ മതി. സിസ്റ്റമാറ്റിക് ബ്രിങ്ങിങ് ടുഗദർ ഓഫ് ഇൻ്റർഡിപെൻഡൻറ്റ് പാർട്സ് ഫോർ എ പർട്ടിക്കുലർ ഗോൾ. ആ ഗോളാണ് ഹെൽത്ത് എന്ന് പറയുന്ന ഗോളാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരുന്നതാണ് വി കോൾ ഇറ്റ് ആസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. മൂവിങ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ, അതും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ദ വർക്കിംഗ് റൂൾ ഓഫ് കണ്ടക്റ്റ് ആണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകുന്നതെന്നാണ്. ഈ പ്രിൻസിപ്പിൾസിലാണ് കുറേയധികം തത്വങ്ങളുടെ ബേസിസിലാണ് നമ്മൾ ഈ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോവുക. ദ വർക്കിംഗ് റൂൾ ഓഫ് കണ്ടക്റ്റ് ആണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എൽ ഡി വൈറ്റ് പറഞ്ഞതാണ് ദ പ്രിൻസിപ്പിൾ സജസ്റ്റ് ദി വർക്കിംഗ് റൂൾസ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറഞ്ഞത് എൽ ഡി വൈറ്റ് ആണ്. എൽ ഡി വൈറ്റിൻ്റെ പേര് നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്. എൽ ഡി വൈറ്റ് ആണ് നമ്മൾ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിച്ച ഒരാൾ. ദെൻ നമുക്കൊരു ഹൈറാർക്കിയിലോട്ട് വരാം. ആദ്യത്തെ പ്രിൻസിപ്പിളാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. ഹൈറാർക്കി എന്ന് പറയുന്നപ്പോൾ എന്താണ് നമ്മൾക്ക് ഹൈറാർക്കി എന്നുള്ള വാക്ക് നമ്മൾ ലിറ്ററൽ മീനിങ് ഒക്കെ നമുക്കറിയാം. ആ അർത്ഥം വരുന്ന പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഗ്രേഡഡ് ഓർഗനൈസേഷൻ ഓഫ് സെവറൽ സക്സസീവ് ലെവൽസ്. ഗ്രേഡഡ് ഓർഗനൈസേഷൻ ഓഫ് സെവറൽ സക്സസീവ് ലെവൽസ്, പല ലെവലിലുള്ള ആ ഗ്രേഡഡ് ഓർഗനൈസേഷനാണ് വി കോൾ ഇറ്റ് ആസ് ഹൈറാർക്കി എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ലോവർ ലെവൽ ഈസ് ഇമ്മീഡിയറ്റ്ലി സബോർഡിനേറ്റ് ടു ദി ടോപ്പ്. തൊട്ട് താഴെ വരുന്ന ലെവലുകൾ ഇങ്ങനെ ബേസ്, ദെൻ സുപ്പീരിയർ എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റ്, സുപ്പീരിയർ ലെവൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ ഹൈറാർക്കി എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഡിഫൈൻ ചെയ്ത് പറഞ്ഞു വരാം. ഹൈറാർക്കി എന്ന് പറയുന്നത് ഗ്രേഡഡ് ഓർഗനൈസേഷൻ ഓഫ് സെവറൽ സക്സസീവ് ലെവൽസ്. അത് ഓർത്ത് വെച്ചിരിക്കുക. സെവറൽ സക്സസീവ് ലെവൽ, അടുത്തടുത്ത് വരുന്ന ഡിഫറെൻറ്റ് ലെവലുകളുടെ ഒരു അറേഞ്ച്മെൻറ്റാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഓഫ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. അതാണല്ലോ ഹൈറാർക്കി, അതാണല്ലോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സക്സസീവ് ലെവൽസ് ഡിഫറെൻ്റ് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും. ഫ്രം റീച്ചിങ് ടോപ്പ് ടു ബോട്ടം, താഴെ നിന്ന് മേളിലോട്ട് വരുന്ന രീതിയിൽ ഈ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ആൾക്കാർ. അതിനാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. ദ അതോറിറ്റി, കമാൻഡ് ആൻഡ് കൺട്രോൾ ഡിസെൻഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ടോപ്പിൽ നിൽക്കുന്ന ആൾക്ക് അധികാരം കൂടുതലായിരിക്കും, അതിനേക്കാൾ അധികാരം കുറഞ്ഞ ആൾക്കാരായിരിക്കും താഴെ നിൽക്കുന്നത്, അതിനേക്കാൾ അധികാരം കുറഞ്ഞ ആൾക്കാരായിരിക്കും താഴെ നിൽക്കുന്നത്. പറയുമ്പോൾ സുപ്പീരിയർ സബോർഡിനേറ്റ്, അവരുടെ സബോർഡിനേറ്റ് ഇങ്ങനെ സബോർഡിനേറ്റ് ലെവലിൽ കാണാൻ വേണ്ടി പറ്റും. താഴെ നിന്ന് മേലോട്ട് നോക്കുകയാണെങ്കിൽ സബോർഡിനേറ്റ് ആളുടെ സുപ്പീരിയർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, അവരുടെ സുപ്പീരിയർ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അടുത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഹൈറാർക്കിയിൽ? സിസ്റ്റം എന്ന് പറയുമ്പോൾ ജോബ് അല്ലെങ്കിൽ ഫംഗ്ഷൻ, എന്താണ് ഉത്തരവാദിത്വം, അതാണ് നമ്മുടെ ജോബ് എന്ന് പറയുന്നത് അല്ലേ. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അല്ലേ മനസ്സിൽ കാണേണ്ടത്. അപ്പോൾ ആ ജോബ് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഡിവൈഡഡ് ഇൻ ദി യൂണിറ്റ്സ്, ഡിഫറെൻറ്റ് യൂണിറ്റ്സ്
ആ യൂണിറ്റുകൾ തന്നെ ഫർദർ ഡിവൈഡഡ് ഇൻറ്റു സബ് യൂണിറ്റ്. അപ്പം ഓർഗനൈസേഷൻ ഡിഫറെൻറ്റ് യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന് വീണ്ടും സബ് യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇങ്ങനെ സബ് യൂണിറ്റുകൾ ചേർന്നിട്ട് ഒരു യൂണിറ്റ്, ആ യൂണിറ്റ് എല്ലാം കൂടെ ചേർന്നിട്ട് ഓർഗനൈസേഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? സബ് യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ വർക്ക് അനുസരിച്ചിട്ടാണ്, ജോബ് അനുസരിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ പല പല സബ് യൂണിറ്റുകൾ ചേർന്നിട്ട് ഒരു യൂണിറ്റ്, അങ്ങനെ പല യൂണിറ്റുകൾ ചേർന്നിട്ട് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടായി വരും. അപ്പോൾ എനിക്ക് പറയുമ്പോഴെല്ലാം ഒരു ട്രയാങ്കുലർ ഷേപ്പ് നിങ്ങളുടെ മനസ്സിലോട്ട് ഞാൻ എൻ്റെ കൈ ആംഗിളിലൂടെ വരുന്നുണ്ടാവും. എന്താണ് നമുക്ക് നോക്കാം. അതാണ് മൂണി ആൻഡ് റെയ്ലി എന്ന് പറയുന്ന ചിന്തകർ പറഞ്ഞത്, തിങ്കേഴ്സ് പറഞ്ഞതാണ്. ഈ ദീസ് യൂണിറ്റ്സ് ആർ ഓർഗനൈസ്ഡ് ഇൻ എ പിരമിഡൽ ഫോം. അപ്പോൾ അധികാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈറാർക്കി എന്ന് പറയുന്നത് ഒരു പിരമിഡൽ ഫോമിലാണ്. പിരമിഡൽ ഒരു ട്രയാങ്കുലർ ഫോമിലാണ്. ഡിസെൻഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും, താഴോട്ട് നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. ടോപ്പിൽ നിൽക്കുന്ന ആളിന് അധികാരം കൂടുതലായിരിക്കും, താഴോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അധികാരം കുറവായിരിക്കും. ആ ഹൈറാർക്കിൽ സ്ട്രക്ചറിനെ, ഹൈറാർക്കിൽ ഫോമിനെ, പിരമിഡൽ ഫോമിനെ മൂണി ആൻഡ് റെയ്ലി പറഞ്ഞത്, മൂണി ആൻഡ് റെയ്ലി രണ്ടുപേരാണ്. അതിനെ സ്കെയിലാർ പ്രോസസ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഹൈറാർക്കിയുടെ ഹെഡിങ്ങിൽ തന്നെ കാണിച്ചിട്ടുണ്ട്, ഹൈറാർക്കി അല്ലെങ്കിൽ സ്കെയിലാർ പ്രോസസ്സ്. അപ്പോൾ രണ്ടും ഒന്ന് തന്നെ, ഹൈറാർക്കി ഓർ സ്കെയിലാർ പ്രോസസ്സ്. മൂണി ആൻഡ് റെയ്ലിയാണ് അതിന് സ്കെയിലാർ പ്രോസസ്സ് എന്ന് പറഞ്ഞത്. SCALAR സ്കെയിലാർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മൂണി ആൻഡ് റെയ്ലിയാണ്. ഇനി അതെങ്ങനെയാണ് ഈ സ്കെയിലാർ പ്രോസസ്സ് അല്ലെങ്കിൽ ഹൈറാർക്കി എന്ന് പറയുമ്പോൾ രണ്ട് റീസൺസ് ആണ് ഇങ്ങനെ ഹൈറാർക്കി ഉണ്ടാകാനുള്ള കാരണം. എന്ന് പറയുമ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് ടാസ്ക് സ്പെഷ്യലൈസേഷനാണ്. ജോലിക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിനനുസരിച്ചിട്ടാണ് ഈ ഡിവിഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഹൈറാർക്കി ഉണ്ടാകുന്നത്. ഓരോ യൂണിറ്റുകൾ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, സബ് യൂണിറ്റുകൾ ചേർന്ന് യൂണിറ്റ് ഉണ്ടാകുന്നു പറഞ്ഞല്ലോ. സബ് യൂണിറ്റുകൾ അല്ലെങ്കിൽ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ ടാസ്ക് സ്പെഷ്യലൈസേഷൻ. എന്തോ പർട്ടിക്കുലർ ഉത്തരവാദിത്തത്തിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യാണ്, അവർ ആ ജോലി ചെയ്യും. അങ്ങനെ ആ ജോലി ചെയ്യുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു യൂണിറ്റ് ഉണ്ടാവും. അങ്ങനെ പല യൂണിറ്റുകൾ ചേർന്നിട്ട് ഓർഗനൈസേഷൻ ഉണ്ടാവും. ഇപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നതാണ് ഒരു സബ് യൂണിറ്റ് എങ്കിൽ, പിന്നെ പല സബ് യൂണിറ്റുകൾ ചേർന്നിട്ടായിരിക്കും നമ്മൾ ഒരു ടീച്ചിങ് പ്ലാറ്റ്ഫോം ഉണ്ടാവുക. ടീച്ചിങ് പ്ലാറ്റ്ഫോമുകൾ ചേർന്നിട്ടാണ് നമ്മളതിന് യൂണിവേഴ്സിറ്റി എന്നോ ഒക്കെ പറയുക. ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുക. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ടോപ്പ് പിരമിഡൽ സ്ട്രക്ചർ, ആ സ്ട്രക്ചറിൻ്റെ ടോപ്പിൽ വൈസ് ചാൻസലർ പോലുള്ള ആൾക്കാർ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള അതൊരു വലിയ സ്ട്രക്ചർ. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു യൂണിറ്റുകൾ ചേർന്നിട്ടാണ് ആ വലിയ പിരമിഡൽ സ്ട്രക്ചർ ഉണ്ടായത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ ദീസ് യൂണിറ്റ്സ് ആർ, നമുക്കതിനെ ഈ കോളേജുകളാണെന്ന് വിഭാവനം ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് കോളേജുകൾ എന്ന് പറയുന്ന സബ് യൂണിറ്റുകൾ. ആ സബ് യൂണിറ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? വർക്ക് അല്ലെങ്കിൽ വർക്ക് സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കുറേ അധികം അതോറിറ്റി ഫംഗ്ഷൻസിനെ കോർഡിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ലാർജർ ഹോൾ ആവും. അതിനെ ഓർഗനൈസേഷൻ ആണെന്നാണോ പറഞ്ഞത്? അപ്പോൾ ആ ഓർഗനൈസേഷൻ നമ്മൾ ഇങ്ങനെയാണ് സബ് യൂണിറ്റുകൾ ചേർന്നിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്കും ടാസ്ക് സ്പെഷ്യലൈസേഷനുമാണ് നമുക്ക് ഇതിനകത്ത് വരേണ്ടത്. നമുക്കൊരു ഇമേജിലൂടെ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇനി നിങ്ങളുടെ മനസ്സിൽ ഇത്രയും ഉണ്ടായി വരിക ഒരു പിരമിഡൽ സ്ട്രക്ചറിൻ്റെ രൂപത്തിലുണ്ടായി വരുന്ന അധികാര വിഭജനത്തിനെയാണ് നമ്മൾ ഹൈറാർക്കി എന്ന് പറയുന്നത്. ഈ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിഭജനം ഉണ്ടാക്കി വരുന്നത്, പിരമിഡൽ സ്ട്രക്ചർ ഉണ്ടായി വരുന്നത്? അതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. ഫോർ ഇൻ്റഗ്രേറ്റിംഗ് ദ വേരിയസ് ആക്ഷൻ ഇൻറ്റു വൺ കമ്പൈൻഡ് എഫക്റ്റ്. കമ്പൈൻഡ് എഫേർട്ടിന് വേണ്ടിയിട്ട്, കമ്പൈൻഡ് എഫേർട്ട് അതാണ് പർപ്പസ് എന്ന് പറയുന്നത്, ആണ് പ്രൊവൈഡിങ് ഹയർ എഡ്യൂക്കേഷൻ. അതാണ് നമ്മുടെ കമ്പൈൻഡ് എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഡിഫറെൻറ്റ് വേരിയസ് സെക്ഷൻസിനെ, വേരിയസ് ആക്ഷൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് വി കോൾ ഇറ്റ് ആസ് സ്കെയിലാർ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈറാർക്കി എന്ന് പറയുന്നത് ജോബ് വർക്ക് സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട്, ഡിവിഷൻ ഓഫ് വർക്കിന് വേണ്ടി ബേസ് ചെയ്തിട്ടാണ്. രണ്ടാമത് ഫോർ ഇൻ്റഗ്രേറ്റിംഗ് വേരിയസ് ആക്ഷൻസ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഹൈറാർക്കി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഇമേജ് നോക്കൂ, ഇത് ക്ലിയർ ആയില്ലേ എന്ന് പറയുമ്പോൾ ഇതാണ് പിരമിഡൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് പിരമിഡലിൽ ലോവർ ലെവലിലെ ക്ലർക്ക് എന്ന് പറയുന്ന ഒരു ഓഫീസാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ ലോവർ ലെവലിൽ ഒരു ക്ലർക്ക് ഉണ്ടാവും, അതിൻ്റെ മേലൊരു സെക്ഷൻ ഓഫീസർ ഉണ്ടാവും, അതിൻ്റെ മേലൊരു സെക്രട്ടറി ഉണ്ടാവും. ഈ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരാൾ തന്നെ ആയിരിക്കുമല്ലോ. പക്ഷേ സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാരുണ്ടാവുമല്ലോ. ക്ലർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടാവുമല്ലോ. മീൻസ് അങ്ങനെ ഡിഫറെൻറ്റ് ലെവലിലുള്ള താഴെ കൂടുതൽ ക്ലർക്കുമാരുടെ എണ്ണം കൂടുതലാണ്, പക്ഷേ അധികാരം കുറവാണ്. സെക്ഷൻ ഓഫീസർമാരുടെ എണ്ണം കുറവാണ്, പക്ഷേ അധികാരം കൂടുതലാണ്. സെക്രട്ടറി എന്ന് പറയുന്ന എണ്ണം ഒന്ന് തന്നെ ആയിരിക്കുള്ളൂ, പക്ഷേ അധികാരം ടോപ്പായിരിക്കും. അപ്പോൾ ഇങ്ങനെ അധികാരത്തിന് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വർക്കിന് സ്പെഷ്യലൈസേഷൻ അനുസരിച്ചിട്ടാണ് ഈ ഡിവിഷൻ ഉണ്ടായി വരിക. വേരിയസ് ആക്ഷൻസ് വേണ്ടിയിട്ടാണ് ഉണ്ടായി വരിക. നിങ്ങളതിനെ താഴോട്ട് നോക്കൂ. ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ലോവർ ലെവലിൽ, HODസിൻ്റെ മിഡിൽ ലെവലിൽ, ആൻഡ് പ്രിൻസിപ്പൽ അറ്റ് ദി ടോപ്പർ ലെവലിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ കോളേജിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണെങ്കിൽ നമ്മൾ അതിനകത്ത് ക്ലർക്കിൻ്റെ സ്ഥാനത്ത് ടീച്ചിങ് ഫാക്കൽറ്റി വയ്ക്കും. സെക്ഷൻ ഓഫീസറിൻ്റെ സ്ഥാനത്ത് നമുക്ക് അവിടെ വേണമെങ്കിൽ നമുക്ക് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വരെ പ്ലേസ് ചെയ്യാം. ആൻഡ് സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനത്തിനകത്ത് നമുക്ക്
നമ്മുടെ പ്രിൻസിപ്പലിനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതാണ് അധികാരം. ഇങ്ങനെ തന്നെയാണ് എല്ലാ ഓർഗനൈസേഷനിലായാലും. നിങ്ങളത് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ക്ലർക്ക്, സെക്ഷൻ ഓഫീസർ, സെക്രട്ടറി എന്ന് പറഞ്ഞ തലത്തിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാലും ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് ഇങ്ങനെയുള്ള അധികാരത്തിൻ്റെ കാണാം. നമുക്കിനി ഫീച്ചേഴ്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഫീച്ചേഴ്സ് ഓഫ് ഹയറാർക്കിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് ഫീച്ചർ എന്താണെന്ന് നോക്കാം. എ പേഴ്സൺ വിൽ ഹാവ് ഓൺലി വൺ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ഫ്രം ഹൂം ഹി വിൽ റിസീവ് ഓർഡേഴ്സ്. അതാണ് ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഹയറാർക്കിയിൽ ടോപ്പിൽ നിൽക്കുന്ന ബോട്ടപ്പിൽ നിൽക്കുന്ന ആൾക്ക് അയാളുടെ മേൽ ഒരു സുപ്പീരിയർ ഓഫീസറെ ഉണ്ടാവും. നോക്കുമ്പോൾ താഴെ നമ്മൾ നേരത്തെ കണ്ട ഇമേജിനകത്ത് സെക്ഷൻ ഓഫ് ക്ലർക്കിന് അദ്ദേഹത്തിൻ്റെ മേലിലൊരു സെക്ഷൻ ഓഫീസറെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മാത്രം ഇമ്മീഡിയറ്റ് സുപ്പീരിയർ എന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് സുപ്പീരിയർ, നമ്മുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന മേലുദ്യോഗസ്ഥൻ എന്ന് പറയുന്നതാണ്. നമ്മളതിനെ ബോസ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ. തൊട്ട് മുന്നിൽ നിൽക്കുന്ന മേലുദ്യോഗസ്ഥൻ, നമ്മുടെ സുപ്പീരിയർ ഓഫീസർ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മാത്രം ഓർഡർ സ്വീകരിച്ചാൽ മതി എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന ഒരു ഫീച്ചറായിട്ട് പറയാം. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നോ അപ്വേർഡ് ഫ്ലോ ഓഫ് ഓർഡേഴ്സ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ്, നോട്ട് ഫ്രം ബോട്ടം ടു ടോപ്പ്. അപ്വേർഡ് ഫ്ലോ ഓഫ് ഓർഡേഴ്സ്, ഉത്തരവുകളൊന്നും താഴെ നിന്നും മേലോട്ടല്ല, പകരം മേളിൽ നിന്ന് താഴോട്ട്. ദാറ്റ് മീൻസ് തൊട്ട് മുന്നത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്തോളൂ. യു ഹാവ് ഓൺലി വൺ സുപ്പീരിയർ ഓഫീസർ ആൻഡ് ദാറ്റ് സുപ്പീരിയർ ഓഫീസർ ഗീവ് യു ഓർഡേഴ്സ് അല്ലെങ്കിൽ ഗീവ് യു ഇൻസ്ട്രക്ഷൻസ്. അതാണ് ഇതിൻ്റെ വരുന്നത്. ആൻഡ് നോ ഇമ്മീഡിയറ്റ് ലെവൽ ഷാൽ ബി സ്കിപ്ഡ് ഓവർ ഇൻ ദ ഡീലിങ്സ്. ഇപ്പോൾ വെൻ യു ഗോ ഫോർ എ ഫയൽ പ്രോസസ്, നമ്മളൊരു ഫയൽ എഴുതുന്ന കാര്യം നോക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. യു കനോട്ട് സ്കിപ്പ് ആൻ ഇമ്മീഡിയറ്റ് ലെവൽ. തൊട്ട് മുന്നിൽ ഇപ്പം ക്ലർക്കിന് സെക്ഷൻ ഓഫീസർ കാണാതെ ആ ഫയല് തൊട്ട് മുന്നേ അതിൻ്റെ മേലുള്ള സെക്രട്ടറിയുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഫീച്ചറായിട്ട് പറയാം. ഞാൻ താഴേക്കുന്ന ആൾക്ക് അയാളുടെ തൊട്ട് മുന്നത്തെ ഇമ്മീഡിയറ്റ് ഓഫീസറിനെയാണ് കാര്യങ്ങൾ അറിയിക്കുക. അദ്ദേഹമാണ് അതിൻ്റെ മേലുള്ള അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് ഓഫീസറായ സെക്രട്ടറി അറിയിക്കുക. ടീച്ചിങ് ഫാക്കൽറ്റി അവരുടെ കാര്യങ്ങളെല്ലാം HOD ആയിട്ടാണ് ചർച്ച ചെയ്യുക. HOD വിൽ റിപ്പോർട്ട് ദിസ് ടു ദി പ്രിൻസിപ്പൽ. ആ രീതിയിൽ നമ്മളിതിനെ കാണാൻ വേണ്ടി പറ്റും. ദെൻ a person shall be given a responsibility for a task, will have authority proportionate with the responsibility. And someone is giving a task അല്ലേ. നമ്മൾ ഹയറാർക്കിയിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഹയറാർക്കി ഉണ്ടല്ലോ, പിരമിഡൽ ഇമേജിൽ നോക്കിയാൽ മതി. പേഴ്സൺ അറ്റ് ദി ലോവർ ലെവൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഈ ആക്ച്വലി വാസ് ഗിവൺ എ റെസ്പോൺസിബിലിറ്റി. അദ്ദേഹത്തിന് ഒരു ഫയൽ ജനറേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമാണ് ഉണ്ടാവുക. അപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ആൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള അതിനുള്ള അധികാരവും കൊടുത്തിട്ടുണ്ട്. ഹീ ഈസ് ദ ഓൺലി പേഴ്സൺ ഹു ക്യാൻ ജനറേറ്റ് ദി ഫയൽ. ഒരു ഫയൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് സെക്ഷൻ ഓഫീസറിന് ഉത്തരവാദിത്തപ്പെടുത്താൻ വേണ്ടി പറ്റത്തില്ല. ഫയൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെക്രട്ടറിയെ ഉത്തരവാദിത്തപ്പെടുത്താൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫയലുണ്ടല്ലോ, ആ ഫയൽ ജനറേറ്റ് ചെയ്യാൻ അധികാരം ലോവർ ക്ലർക്കിനാണ്. അദ്ദേഹത്തിന് മാത്രമേ ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. ദറ്റ് മീൻസ് അദ്ദേഹത്തിന് മാത്രമാണ് അതിൻ്റെ അധികാരം. പിന്നെ സെക്ഷൻ ഓഫീസറിന് ഒരു സൂപ്പർവൈസറി അധികാരമുണ്ട്. ആ സൂപ്പർവൈസറി അധികാരം അദ്ദേഹത്തിന് മാത്രമാണ്, അത് ക്ലർക്കിന് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ എവരി ലെവലിൽ നിൽക്കുന്ന എവരി പേഴ്സൺ അറ്റ് ദി ലെവൽ ഹി ബിലോങ്സ് ടു, അദ്ദേഹത്തിന് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഒരു അധികാരം, ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം ചെയ്യാനുള്ള ഒരു അധികാരം അദ്ദേഹത്തിനുണ്ട്. സോ അതാണ് ടീച്ചിങ് ഫാക്കൽറ്റിയുടെ അധികാരമല്ല, HODയുടെ അധികാരമല്ല പ്രിൻസിപ്പൽ കനോട്ട് ടീച്ച് അല്ലേ. ഹി ഈസ് ദ മാൻ ഹൂ coordinates the thing. He is the man who leads the institution. He is not supposed to teach. Teaching is the duty of the faculty member. അതാണ് അത് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേസാണ്. സെക്രട്ടറി, ക്ലർക്ക്, സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന രീതിയിൽ. ക്ലർക്ക് ഈസ് ദ മാൻ ഹൂ ഈസ് സപ്പോസ് ടു ഡു എ പർട്ടിക്കുലർ ജോബ്. സെക്ഷൻ ഓഫീസർ ഹൂ ഈസ് സപ്പോസ് ടു സൂപ്പർവൈസ് ദ തിങ് ആൻഡ് ഇറ്റ് ഈസ് എ സെക്രട്ടറി ഹൂ കോർഡിനേറ്റ്സ് ദി. ഇങ്ങനെ കുറേ അധികം പിരമിഡുകൾ ചേർന്നിട്ടാണ് ഒരു ഗവൺമെൻറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു പിരമിഡ്. അങ്ങനെ പല പിരമിഡുകൾ ചേരുമ്പോൾ ഒരു ഉണ്ടാകും. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇങ്ങനെ പല പിരമിഡുകൾ ചേർന്ന്, അതിനകത്ത് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു പിരമിഡുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ എന്നൊരു പിരമിഡുണ്ട്, ജനറൽ എഡ്യൂക്കേഷൻ എന്ന പിരമിഡുണ്ട്, ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പിരമിഡുണ്ട്, ഡിഫൻസ് എന്ന് പറയുന്ന പിരമിഡുണ്ട്, ഹോം അഫേഴ്സ് എന്ന് പറയുന്ന പിരമിഡുണ്ട്, പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്ന പിരമിഡുണ്ട്. അതെങ്ങനെ അടുക്കി വെച്ചാൽ ആ പിരമിഡുകളെല്ലാം കൂടി ചേർത്ത് വയ്ക്കും നമുക്ക് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു പിരമിഡൽ സ്ട്രക്ചർ കാണാൻ വേണ്ടി പറ്റും. അവിടെ ചീഫ് മിനിസ്റ്റർ ഈസ് ദ മാൻ ഹു ഈസ് അറ്റ് ദ ടോപ്പ്, മിനിസ്റ്റേഴ്സ് അറ്റ് ദി ലോവർ ലെവൽ, ദി ബ്യൂറോക്രാറ്റ്സ് അറ്റ് ദി വെരി ലോവർ ലെവൽ. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇത് 3 കാറ്റഗറി മാത്രമല്ല കേട്ടോ, ഇത് 3 നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാണ്. യു ക്യാൻ സി എ പിരമിഡ് വിത്ത് ടു മെനി ലെവൽസ്. കുറേയധികം
ലെവൽസ് ഉള്ള ഒരു പിരമിഡൽ സ്ട്രക്ചർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അത് ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇതൊന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സെക്രട്ടറിയാണ് ടോപ്പ് മോസ്റ്റ് ലെവലിൽ വരിക, സെക്ഷൻ ഓഫീസറാണ്, പിന്നെ ക്ലർക്ക് എന്ന് പറയുന്ന ലോവർ ലെവലിൽ വരുന്ന ആൾക്കാർ. ഇനി ഹയറാർക്കി എന്ന് പറയുന്നതിൻ്റെ മെറിറ്റ്സ്, വി ആർ ഗോയിങ് ടു ഐഡൻറ്റിഫൈ ദി മെറിറ്റ്സ് ഓഫ് ഹയറാർക്കി. അതെന്ന് പറയുന്നത് അറിയാലോ, ഇറ്റ് സെർവ്സ് ആസ് എൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് ലിങ്കിങ് അപ്പ് ഓഫ് വേരിയസ് യൂണിറ്റ്സ്. കുറേയധികം യൂണിറ്റുകളുടെ ഇൻ്റഗ്രേഷനും ലിങ്കിങ്ങോട് ചെയ്തിട്ട് അതാണ് ഹയറാർക്കി ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ കുറേ അധികം ഫങ്ഷൻസിനെ ലിങ്ക് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു പർപ്പസ് അച്ചീവ് ചെയ്യും അല്ലേ. അതാണ് ഹയറാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ആൻഡ് ഇറ്റ് എനേബിൾസ് ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി അറ്റ് ഈച്ച് ലെവൽ ടു ഈച്ച് പോസ്റ്റ്. ഹയറാർക്കിയലായിട്ട് സ്ട്രക്ചർ ചെയ്താൽ മാത്രമേ ഹു ഈസ് സപ്പോസ് ടു ഡു വാട്ട് ടൈപ്പ് ഓഫ് ജോബ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ആർക്ക് എന്ത് ഉത്തരവാദിത്തമാണ്, എന്ത് ജോലിയാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു ഹയറാർക്കിയിൽ അത് സെറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇറ്റ് സെർവ്സ് ആസ് എ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബോത്ത് അപ്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് അല്ലേ. ഇൻസ്ട്രക്ഷൻസ് ആർ കമ്മിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആൻഡ് നമ്മൾ ജോബ് പെർഫോം ചെയ്യുന്ന ഫ്രം ബോട്ടം ടു ടോപ്പ് അല്ലേ. യു ആർ സപ്പോസ് ടു ഡു എ പർട്ടിക്കുലർ ജോബ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ താഴോട്ട് വരും ആൻഡ് വി പെർഫോം ദ ജോബ് ആൻഡ് റിപ്പോർട്ട് ദിസ് ടു ദി ടോപ്പ് മോസ്റ്റ് ലെവൽ. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് താഴോട്ട് വരും, റിപ്പോർട്ട് താഴെ നിന്ന് മേളിലോട്ട് കൊടുക്കുന്നതും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇറ്റ് റെഡ്യൂസസ് ഓൾ ബർഡനിങ് ഓഫ് വർക്ക് അറ്റ് എനി സിംഗിൾ പോയിന്റ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെവലിലുള്ള ആൾക്കാരെ കൂടുതൽ ജോലി ചെയ്യുന്ന അവസ്ഥയിലോട്ട് ഇത് എത്തിക്കില്ല. ദറ്റ് മീൻസ് ഓവർ ബർഡനിങ് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഫയൽ ജനറേഷൻ എന്ന് പറയുന്നത് ഫയലിൻ്റെ പ്രൈമറി വർക്ക് ചെയ്യേണ്ട ലോവർ ലെവലിലെ ക്ലർക്ക് തന്നെയാണ്. അത് സൂപ്പർവൈസും കൂടെ ചെയ്യേണ്ടി വന്നാലോ അദ്ദേഹത്തിന് ഓവർ ബർഡനാകും. സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി വി ഹാവ് അനദർ സെറ്റ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ്. അവർ സൂപ്പർവൈസിങ് മാത്രം ചെയ്താൽ മതി. ഫയൽ ജനറേഷൻ എന്ന് പറയുന്ന ലോവർ യൂണിറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലേ. ടോപ്പ് മോസ്റ്റ് ലെവലിൽ നിൽക്കുന്ന സെക്രട്ടറി ഈസ് സപ്പോസ് ടു പെർഫോം ദി ജോബ് ഓഫ് കോർഡിനേഷൻ. അദ്ദേഹം അതെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് ആൻഡ് റിപ്പോർട്ട് ദിസ് ടു ദി ഗവൺമെൻറ് ലെവൽ മിനിസ്റ്ററിന് റിപ്പോർട്ട് ചെയ്താൽ മതി. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് ബോസായ സുപ്പീരിയറായ മിനിസ്റ്ററിനെയാണ്. ചിലപ്പോൾ ഹെൽത്ത് മിനിസ്റ്റർ ആയിരിക്കും. ഹെൽത്ത് മിനിസ്റ്ററാണ് റിപ്പോർട്ട് ദിസ് ടു ദി ചീഫ് മിനിസ്റ്റർ. അങ്ങനെയാണ് ഒരു ഗവൺമെൻറ് പോളിസി ആയിട്ട് അത് മാറുന്നത്. അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസിയായി ചീഫ് മിനിസ്റ്റർ തീരുമാനം എടുക്കുന്നു. അത് ഹയർ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അറിയിക്കുന്നു. മിനിസ്റ്റർ ഗീവ് ഓർഡേഴ്സ് ടു ദി സെക്രട്ടറി ഗീവ് ഓർഡേഴ്സ് ടു ദി സെക്ഷൻ ഓഫീസേഴ്സ് ഗീവ് ഓർഡേഴ്സ് ടു ദ ക്ലർക്ക്. അപ്പോൾ ക്ലർക്ക് ഫയൽ ജനറേറ്റ് ചെയ്യും, ആക്ടിവിറ്റി ചെയ്യും, റിപ്പോർട്ട് ദിസ് ടു ദ താഴേന്ന് മേലോട്ട് റിപ്പോർട്ട് ദിസ് ടു ദി സെക്ഷൻ ഓഫീസർ, ദെൻ സെക്രട്ടറി, ടു ദ മിനിസ്റ്റർ, ദെൻ ടു ദ ചീഫ് മിനിസ്റ്റർ. അങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഇനി ഇന്ത്യ ആസ് എ ഹോൾ ഒരു സ്ട്രക്ചറായിട്ട് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഡിഫറെൻറ്റ് സ്റ്റേറ്റുകൾ. ഡിഫറെൻറ്റ് സ്റ്റേറ്റുകൾ ഡിഫറെൻറ്റ് അധികാരങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് അധികാരങ്ങൾ ചേർന്ന 29 സ്റ്റേറ്റുകൾ ചേർന്ന് ഇന്ത്യ എന്ന് പറയുന്നൊരു വലിയ പിരമിഡൽ സ്ട്രക്ചർ, ഇന്ത്യ എന്ന് പറയുന്നൊരു വലിയൊരു അധികാര സ്ട്രക്ചർ ഉണ്ടായി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അടുത്തൊരു 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സിംപ്ലിഫൈസ് ദ പ്രൊസീജിയർ ഓഫ് ഫയൽ മൂവ്മെൻറ്റ്സ്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ഏത് ഫയൽ ഏത് ആളുടെ ഇരിക്കുന്നത്. ഇപ്പോൾ ലോവർ ലെവലിൽ ക്ലർക്കിൻ്റെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ അതിനർത്ഥം അത് പ്രൈമറി ലെവലിലാണ് നിൽക്കുന്നത്. നമ്മൾ ആ ഫയൽ സെക്ഷൻ ഓഫീസറിൻ്റെ കയ്യിലെത്തിയെന്ന് നമ്മൾ അന്വേഷിച്ചാൽ കണ്ടെത്തുമ്പോൾ കിയോസ്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഫയൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കിയോസ്കിൽ കൂടെ ഓൺലൈനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത് കിയോസ്കിൽ കൂടെ പറയുകയാണ് അത് ദി സെക്ഷൻ ഓഫീസർ ലെവൽ. ദറ്റ് മീൻസ് അതൊരു സൂപ്പർവൈസറി ലെവലിൽ എത്തി നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതാണ് സിംപ്ലിഫൈസ് ദ പ്രൊസീജിയർ ഓഫ് ഫയൽ മൂവ്മെൻറ്റ്സ്. ആൻഡ് വി ആർ മൂവിങ് ടു ഐഡൻറ്റിഫൈ ദ ഡീമെറിറ്റ്സ്. എല്ലാം പിരമിഡൽ സ്ട്രക്ചറിൽ എല്ലാം നല്ലതാണെന്നല്ല, ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന എല്ലാത്തിനകത്തും ഹയറാർക്കി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആയാൽ പോലും ദർ ആർ സർട്ടൻ ഡീമെറിറ്റ്സ്. ആ ഡീമെറിറ്റ്സിലൊന്ന് ഡിലേ ആൻഡ് റെഡ് ടൈപ്പിസം എന്നുള്ള ആണ് ഫസ്റ്റ് പറയുന്നത്. വലിയൊരു ആരോപണമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹയറാർക്കിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. കാരണം ഒരു ലെവലിൽ നിന്ന് അത് പൂർത്തിയായാലേ അത് ആ ടോപ്പ് മോസ്റ്റ് ലെവലിലോട്ട് പോകുള്ളൂ. അവിടെ നിന്ന് അത് പൂർത്തിയായാൽ മാത്രമേ അതിൻ്റെ മുകളിലോട്ട് പോകുള്ളൂ. അപ്പോൾ ഇറ്റ് ടേക്ക് ടൈം. ആ ടൈമിനാണ് നമ്മൾ ഡിലേ എന്ന് പറയുന്നത്. അതിന് പലപ്പോഴും റെഡ് ടൈപ്പിസം എന്ന് പറഞ്ഞാൽ ആരോപണം നടത്താറാണ്. റെഡ് ടൈപ്പിസം ഒരു വലിയ നെഗറ്റീവ് ടേമാണ്. ദറ്റ് മീൻസ് അതിന് ചുവപ്പ് നാടാണെന്ന് നമ്മൾ പറയുക. ദാറ്റ് ഫയൽ ഈസ് പെൻഡിങ് സംവെയർ ഇൻ എ ക്ലറിക്കൽ ലെവൽ. അതിങ്ങനെ കിടക്കും. ചിലപ്പോൾ ഇറ്റ് ടേക്ക് മേ ബി ഇയേഴ്സ്, വർഷങ്ങളെടുക്കും, ചിലപ്പോൾ മാസങ്ങളെടുക്കും ഫയൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്ക് പറഞ്ഞു, ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞ ഒരു ആർഗ്യുമെൻറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ മതി. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് അദ്ദേഹം ഇങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നതായിട്ട് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ടൈമിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഫയൽ ഒരാളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ആയിരിക്കും. അത് പാസ്സായി കിട്ടിയാൽ മാത്രമേ അയാൾക്കതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ, ഒരു കോമൺ മാൻ അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ. അപ്പോൾ അത് ഉദ്യോഗസ്ഥർ അതിനെ ഡിലേ ആക്കി വെച്ച് കഴിഞ്ഞാൽ
ഒരു ക്ലർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഫയൽ എത്ര കാലം വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഒരു സെക്ഷൻ ഓഫീസർ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര കാലം അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കും. സെക്രട്ടറി വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കും. ഈ എത്ര കാലം എന്ന് പറയുന്നത് ആക്ച്വലി ഡിലേ ആണ്. അതാണ് റെഡ് ടൈപ്പിസം. ഇങ്ങനെ ചുവപ്പ് നാടയിൽ ഫയൽ ഇങ്ങനെ ഫയൽ ചെയ്ത് ഒരു ആക്ടിവിറ്റി ഒരു ഫയൽ ചെയ്ത് മാറ്റി വയ്ക്കുക, അത് മാത്രം തൊടില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഉണ്ടാകും. അതൊരു വലിയ നെഗറ്റീവ് തിങ്ങാൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും കൂടുതൽ ആരോപണം കേൾക്കുന്ന റെഡ് ടൈപ്പിസമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചുവപ്പ് നാട. രണ്ടാമത്തെ പോയിന്റ്, സിൻസ് ദ ഇൻസ്ട്രക്ഷൻ കെയിം ഫ്രം സുപ്പീരിയർ ഓഫീസേഴ്സ് ദി ഇനിഷ്യേറ്റീവ് ലോസ്റ്റ് അറ്റ് ദി സബോർഡിനേറ്റ് ലെവൽ. നമ്മൾ പറഞ്ഞല്ലോ, ഇൻസ്ട്രക്ഷൻ നോ ഓർഡർ കം ഫ്രം ബോട്ടം ടു ടോപ്പ്. താഴെ നിന്ന് മേലോട്ട് ഓർഡർ ഒന്നും പോയില്ല. ഓർഡർ കംസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ദറ്റ് മീൻസ് ഇൻസ്ട്രക്ഷൻസ് ടോപ്പിൽ നിന്ന് താഴോട്ടേ വരികയുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. നമ്മളൊരു കാര്യം ജനറേറ്റ് ചെയ്യാൻ, ഒരു കാര്യം ഇനിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ലോവർ ലെവലിൽ നിൽക്കുന്ന ആൾക്കില്ല. അയാൾക്കത് നടപ്പിലാക്കിയാൽ മാത്രം മതി. ഇനിഷ്യേറ്റ് ചെയ്യുന്ന മേൽ ലെവലിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നെഗറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം ഇൻസ്ട്രക്ഷൻസ് കഴിയും ഫ്രം ടോപ്പ് ടു ലെവലാകുമ്പോൾ ലോവർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടാവാതെ വരികയും അവരുടെ കാരണം അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിക്കൊന്നും സ്പേസ് ഇല്ല, അവരുടെ ഒരു ഐഡിയ നടപ്പിലാക്കാൻ ഒരു സ്പേസ് ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ വെറും മെക്കാനിക്കൽ ആക്ടിവിറ്റി ആയിട്ട് മാറ്റും അവരുടെ ഉദ്യോഗസ്ഥന്. ക്ലർക്കിന് ഒരിക്കലും ഒന്നും വിഭാവനം ചെയ്യാനില്ല. ഒരു ലോവർ ലെവൽ ഉദ്യോഗസ്ഥന് ഒരു കാര്യവും വിഭാവനം ചെയ്യാനില്ല. വിഭാവനം ചെയ്യുന്നതൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന മുഴുവൻ ലോവർ ലെവലിലേക്ക്, അപ്പർ ലെവലിൽ നിൽക്കുന്ന, ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സുപ്പീരിയർ ഓഫീസേഴ്സാണ് അല്ലേ. സെക്രട്ടറിയാണ് ഒരു കാര്യം വിഭാവനം ചെയ്യുന്നത്, എന്നിട്ട് അത് താഴോട്ട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ക്ലർക്കിനോ സെക്ഷൻ ഓഫീസറിനോ ഒന്നും വിഭാവനം ചെയ്യാനില്ല. അപ്പോൾ അതിന് നെഗറ്റീവായിട്ട് പറയുന്നത് ദിസ് ഇസ് എ നാഷണൽ വേസ്റ്റ് എന്ന് പറയാറുണ്ട്. എന്താണ് ഇതല്ല, ഹൈറാർക്കി അല്ല, ഇനിഷ്യേറ്റ് ചെയ്യാതിരിക്കുന്നത്, അത്രയും കൂടുതൽ ബെസ്റ്റ് ബ്രെയിൻസ് ഇന്നാക്റ്റീവായിട്ടിരിക്കുന്നത് നാഷണൽ വേസ്റ്റാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാറുണ്ട്. അതും നമ്മളൊരു പോയിൻ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻ ഈസ് എ റിയാലിറ്റി ഇൻ ഹൈറാർക്കി. അതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻസ് ആണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അത് നാച്ചുറലി ക്രിയേറ്റ് ഈഗോ ക്ലാഷുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവും. കാരണം ലോവർ ലെവലിൽ വരുന്ന ആൾക്കാർക്ക് ഹയർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഓർഡറുകൾ അത്ര ജെന്യുവിനായിട്ട് തോന്നണമെന്നില്ല, റിയലാണെന്ന് തോന്നണമെന്നില്ല. മേ ബി സംടൈംസ് ഒരു ജൂനിയറായിട്ട് വരുന്ന ഒരു ക്ലർക്ക് മേ ബി മോർ എഡ്യൂക്കേറ്റഡ് ദാൻ ഹിസ് സുപ്പീരിയർ ഓഫീസർ അല്ലേ. അയാൾ എക്സ്പീരിയൻസ് കൊണ്ട് അയാളൊരു ഡിഗ്രി മാത്രമുള്ളൊരു ആളായിരിക്കും. അയാൾ എക്സ്പീരിയൻസ് കൊണ്ട് അയാൾ സെക്ഷൻ ഓഫീസറൊക്കെ ആയതായിരിക്കും. കുറേ കാലത്ത് എക്സ്പീരിയൻസ് കൊണ്ടാണല്ലോ സെക്ഷൻ പ്രൊമോഷനൊക്കെ കിട്ടുക. പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ BA MAയും MSCയും ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ക്ലർക്കിന് അയാൾക്ക് കുറച്ചുകൂടെ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് തോന്നും. ഇറ്റ് ക്രിയേറ്റ് ഈഗോ ക്ലാഷ് നാച്ചുറലി ഉണ്ടാവും. പക്ഷേ അതിന് അവരുടെ ഈഗോ ജസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഒന്നും അതിനകത്തില്ല. ഹൈറാർക്കി ഈസ് സ്ട്രക്ചേർഡ് ഓൺ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് റിലേഷൻസ് ആർ മെക്കാനിക്കൽ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണ്. ദീസ് ആർ മെക്കാനിക്കൽ ഇൻ ഹൈറാർക്കി. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് മിസ്സിങ്. നമുക്കൊരു മാനുഷിക പരിഗണനയോടുകൂടി ഒരു കാര്യവും ചെയ്യാനില്ല അഡ്മിനിസ്ട്രേഷനകത്ത്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത്. പൊതുവേ അഡ്മിനിസ്ട്രേഷൻ ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഈ പിരമിഡൽ സ്ട്രക്ചർ ഉണ്ടല്ലോ. പിരമിഡൽ സ്ട്രക്ചർ ടോട്ടൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സെറ്റ് റൂൾസ് ആണ്. ഓൾറെഡി സെറ്റ് ചെയ്യപ്പെട്ട റൂൾ അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുക. അതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നതാണ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും പറഞ്ഞേക്കാം ആ റൂൾസാണ്. ഇതനുസരിച്ചിട്ടേ പ്രവർത്തിക്കുകയുള്ളൂ, അല്ലാതെ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സമയമില്ല, അതിനുള്ള സ്പേസ് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും മിസ്സിങ് ആണെന്ന്. അതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും വലിയ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്നും അതിനൊരു ഹ്യൂമൻ നേച്ചർ ഇല്ല എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യൻ്റെ കണ്ണുനീരിന് അതിന് വിലയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം കണ്ണുനീരിന് വില കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ടോട്ടൽ സ്ട്രക്ചർ പൊളിഞ്ഞു പോകും. പ്രയോറിറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളതിനെ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് ആദ്യം വരുന്നവരെ ആദ്യം നമ്മൾ സെർവ് ചെയ്യുന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ ബാക്കിൽ നിൽക്കുന്ന വയസ്സായ ആളെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ക്ലർക്കിന് തോന്നിയെന്നിരിക്കും, പക്ഷേ അയാൾക്ക് അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നിയമം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നാണല്ലോ. ക്ലിയറായോ? അതുകൊണ്ടാവാറുണ്ട്. അപ്പോൾ ദിസ് ഓൾ അബൌട്ട് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. ആൻഡ് ഫസ്റ്റ് വൺ ഹൈറാർക്കി എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്കെയിലർ പ്രോസസ്സ് അല്ലെങ്കിൽ ഹൈറാർക്കി എന്ന് പറയുന്ന സംഭവത്തിലോട്ട് പറഞ്ഞു നിർത്തിയ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ ഒരു എസ്ഐക്കും ഈ ഹൈറാർക്കി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓരോ പ്രിൻസിപ്പിൾസും നമുക്കൊരു ഷോർട്ട് എസ്ഐക്കും വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് റെഡിയാകും.
താങ്ക് യു.